ഒന്നോ രണ്ടോ കുട്ടികളുള്ള ആളുകൾ എന്തോ ചില നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ത്വലാഖിനക്ക് വേണ്ടിയിട്ട് ഹൊലിഖിനക്ക് വേണ്ടിയിട്ട് ഓടുന്ന അവസ്ഥ സുബ്ഹാനല്ലാഹ് വല്ലാത്ത ഭയങ്കരമല്ലേ ആ ഒരു കാര്യം. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ കല്യാണം കഴിച്ചിട്ട് 2-3 കുട്ടികളാകുമ്പോൾ ഒഴിവാക്കുന്ന ആളുകൾക്ക് അവർക്കങ്ങ് പിരിഞ്ഞാൽ മതി. പക്ഷേ ആ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ ആ സമയത്ത് ആലോചിക്കാറുണ്ടോ? കുട്ടികളുടെ അവസ്ഥ ത്വലാഖിൻ്റെ സമയത്ത് ചിലപ്പോൾ വാപ്പ പറയും, കുട്ടികളെ ഞാൻ വിട്ടുതരൂല, നിനക്ക് പോണ വഴിക്ക് അങ്ങ് പോകാം, ഭയങ്കര വാശിയില്ല. ഉമ്മ പറയും, എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ തന്നെ ജീവിക്കും, ഞാൻ ജീവിതം എന്താണ് കാണിച്ചു തരും. അങ്ങനെയൊക്കെ ഭയങ്കര വാശിയിലുള്ള വർത്തമാനങ്ങളാണ് ഉണ്ടാവുക എപ്പോൾ? ത്വലാഖിൻ്റെ സമയത്ത്. പിന്നെ ആ കുട്ടിയുടെ അധോഗതി കണ്ട ആളുകൾ വേറെ ഉണ്ടാകൂല. അത്രമാത്രം കഷ്ടപ്പാടുകളാണ്. ഓരോ കുട്ടികളും വാപ്പയുടെയും ഉമ്മയുടെയും സുഖം അനുഭവിക്കാൻ, അവരോടുള്ള കൊഞ്ചലുകൾ, ലാളനകൾ ഇത് അനുഭവിക്കാൻ അർഹതപ്പെട്ട ആളുകളല്ലേ? അവരതിലേക്ക് ആഗ്രഹിക്കുന്നില്ലേ? ഈ ഡിവേഴ്സായി പോകുന്ന ആളുകൾ, കല്യാണം ഒഴിവാക്കി പോകുന്ന ആളുകൾ, അവരുടെ കുട്ടികൾ അനുഭവിക്കുന്ന യാതനകൾ എത്രമാത്രമാണ്. സ്കൂളിലേക്കും മദ്രസകളിലേക്കും പോകുമ്പോൾ വാപ്പയുടെയും ഉമ്മയുടെയും കൈപിടിച്ചുകൊണ്ട് സ്കൂൾ വരാന്തയിലേക്ക് കടന്നു വരുന്ന ഓരോ കുട്ടികളെ നോക്കിയിട്ട് ഈ അനാഥത്വം പേറുന്ന കുട്ടികൾ, ആ അങ്ങനത്തെ സന്തോഷവാന്മാരായി വരുന്ന കുട്ടികളെ നോക്കിയിട്ട് ആ ദുഃഖം അയവിറക്കുമ്പോൾ അതിൻ്റെ കാരണക്കാരാരാ? നമ്മുടെ ഈഗോ പ്രശ്നങ്ങളല്ലേ? മാതാപിതാക്കൾ എന്ന് പറയുന്ന ആളുകൾ എന്തോ ചെറിയ ഈഗോ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഭർത്താവെന്ന് ഭാര്യയുടെയും ഭാര്യയൊന്ന് ഭർത്താവിൻ്റെയും മുമ്പിൽ താഴ്ന്നു കൊടുക്കാതെ ഈഗോ പ്രശ്നത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ പേരിൽ ഒഴിവാക്കുന്ന എത്ര ബന്ധങ്ങളാണ് നമ്മുടെ കേരളക്കരയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ത്വലാഖിൻ്റെ കാരണമായിട്ട് അതിൻ്റെ ദുഃഖം പേറേണ്ടി വരുന്നത് എട്ടും പൊട്ടും തിരിയാത്ത ഇളം മനസ്സുകളാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്.